എന്താണ് ഭീഷണി? അല്ല, അത് ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ല. അങ്ങനെ സമരം പറയുന്നത് ജനാധിപത്യ അവകാശമാണ്. അപ്പോ പിരിച്ചുവിട്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ന്യായം തന്ന ശേഷം അവർ സംസാരിക്കട്ടെ. ഈ കാര്യത്തിൽ എല്ലാവരും പിന്തുണ നിങ്ങളൊപ്പം തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ അവകാശം ആവശ്യപ്പെടുന്നു, അത്രയാണ്. ആദ്യം പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും സേവനത്തിന് നന്ദി. നിങ്ങൾ ചെയ്യുന്നത് വേറെ ആയിരിക്കും നിങ്ങളെപ്പോലെ ഇത്ര ആത്മാർത്ഥതയോടെയും ഇത്ര സ്നേഹത്തോടെയും ഓരോരോ മനുഷ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പ്രവർത്തനം. എനിക്കറിയാം, ഒരു അമ്മ ഒരു കുട്ടിയെ പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രായപ്പെട്ട സ്ത്രീയുടെ മരുന്ന് ഡെലിവറി ആയിട്ടുണ്ടെങ്കിലോ ഓരോരോ കാര്യത്തിനും നിങ്ങളുടെ സഹായമാണ് നമ്മൾ എല്ലാവരും ആവശ്യപ്പെടുന്നത്, കാത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റോള്, നിങ്ങളുടെ പ്രവർത്തനം ഈ സംസ്ഥാനത്തിന്റെ എല്ലാ ദിനത്തിന്റെ ജീവിതത്തിൽ അതിന്റെ ഗുണം അറിയുന്നവരാണ് ജനങ്ങൾ. അതുകൊണ്ട് ആദ്യം നന്ദി, ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങളുടെ സേവനം. പക്ഷെ ആ നന്ദി നിങ്ങൾക്ക് ചില അവകാശത്തിലും നിങ്ങളെ കാണിച്ചു തരുന്ന ഒരു സംശയമില്ല. അതിലാണ് ഒരു നഷ്ടം വന്നിരിക്കുന്നത്. 7,000 രൂപ ശമ്പളം നമ്മളുടെ സദാനന്ദൻ പറഞ്ഞ പോലെ തീരെ പോരാ. അത് മൻരേഗയിൽ പോയിട്ട് തൊഴിലില്ലാത്തവർക്ക് ഒരു തൊഴിലുറപ്പ് കിട്ടിയാൽ കൂടി അതിനെയും കാട്ടിയാണ് കൊടുക്കുക. അപ്പൊ ഇത് ശരിയല്ല എന്ന് ഒരു സംശയവുമില്ല. ഇതിനെക്കുറിച്ച് നല്ലൊരു കയറ്റമാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യം അതിന് 3 ഇരട്ടിയാണ്. അത് അവർക്ക് തരാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പിന്തുണ തരും. അതിൻ്റെ ഒപ്പം എന്തെങ്കിലും ഉടനെ കൂട്ടിത്തരണം. അത് 3 ഇരട്ടി അല്ലെങ്കിൽ 2 ഇരട്ടിയെങ്കിലും കൂട്ടിത്തരട്ടെ എന്നാണ് നമ്മുടെ ആദ്യത്തെ ഒരു അഭ്യർത്ഥന. ഇങ്ങനെ വിടരുത് നിങ്ങളെ. അതൊന്ന്. രണ്ടാമത്തത്, ഞാൻ യോജിപ്പിന് നിങ്ങൾക്ക് ഒരിക്കലും 3-4 മാസം നിങ്ങളുടെ ശമ്പളത്തിൽ കാത്തിരിക്കാൻ പാടില്ല. അതിൽ ആര് തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പരസ്പരം കേന്ദ്രവും സംസ്ഥാന സർക്കാരും കൂടി വിരൽ ചൂണ്ടുകലാണ്. സംസ്ഥാന സർക്കാർ പറയുന്നു കേന്ദ്രത്തിന് പണം വരാത്ത കാരണമാണ് നിങ്ങൾക്ക് സമയത്ത് കിട്ടാത്തത്. കേന്ദ്ര സർക്കാർ പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ അക്കൗണ്ടിൽ പോവാത്ത കാരണമാണ് അവരവര് ഭാഗം തരാത്തത്. ഈ തർക്കത്തിൽ ഞാൻ ഡൽഹിയിൽ പോയിട്ട് കേന്ദ്രത്തോട് ഒരൊറ്റ കാര്യമേ ആവശ്യപ്പെടാൻ പോകുന്നുള്ളൂ. ഈ തർക്കം നിങ്ങൾ മാറ്റിവെച്ചിട്ട് ജനങ്ങളുടെ ആവശ്യം ആദ്യം മനസ്സിലാക്കൂ. പിന്നെ നിങ്ങളുടെ ഇടയിലുള്ള തർക്കം നിങ്ങൾ പിന്നെ സോർട്ട് ഔട്ട് ചെയ്യും. ഇത് ഞാൻ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ടും സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടും ഈ 2 ഭാഗത്തും ഇല്ല. പക്ഷേ ജനങ്ങളുടെ ഒപ്പമാണ് ഞാൻ. എനിക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതെന്തായാലും ഉറപ്പായിട്ട് ചെയ്തു തരാമെന്ന് അവരോട് പറയാം. മൂന്നാമത്തത് പെൻഷന്റെ കാര്യം. നിങ്ങൾ നമ്മുടെ സാമൂഹ്യത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടിൽ നിങ്ങളൊരു ആശ്വാസം കൊടുക്കുന്നവരായിട്ട് ശരിക്ക് നമ്മുടെ സൊസൈറ്റിയിലെ സെക്യൂരിറ്റി കൊടുക്കുന്നവരാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾക്കും ഒരു സോഷ്യൽ സെക്യൂരിറ്റി വേണ്ടേ, അല്ലേ സദാനന്ദൻ? അതാണ് അത്യാവശ്യം. അപ്പൊ ആ സ്പിരിറ്റില് നിങ്ങൾ എല്ലാവർക്കും അതിന്റെയും ഒരു അവകാശം ഉണ്ടാവും. പിന്നെ അവസാനത്തിൽ റിട്ടയർമെന്റ് സമയത്ത് പിരിഞ്ഞു പോകുന്ന സമയത്ത് ഒരു ഫേവർ ഗിഫ്റ്റ് സാധാരണ പറഞ്ഞ പോലെ ബംഗാൾ സംസ്ഥാനത്ത് അതുപോലെ അവർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇതുപോലെ കേരളം എന്തുകൊണ്ട് ഭാരതത്തിൽ എല്ലാറ്റിലും മുന്നോട്ട് നിൽക്കുന്ന കേരളം നമ്മൾ ഈ കാര്യത്തിൽ ഒരു 2ാം ഉദാഹരണമായിട്ടെങ്കിലും ചെയ്യണ്ടേ ബംഗാളിന്റെ ഒപ്പം. അപ്പൊ അതിലും ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ പിന്തുണ തരാൻ തയ്യാറാണ്. ഈ 4 ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങളൊപ്പം നിൽക്കുന്നു. ഞാൻ നാളെ തന്നെ ഇനിയും ഓരോരോ സമരങ്ങൾ ഇറങ്ങാൻ പോകുന്നത് നിങ്ങൾക്ക്. എനിക്ക് നാളെ പാർലമെന്റിൽ ഒരു കമ്മിറ്റി മീറ്റിംഗ് ഉള്ള കാര്യം, ഞാൻ ആ കമ്മിറ്റിയുടെ ചെയർമാൻ അധ്യക്ഷനായ കാരണം എനിക്ക് എന്തായാലും രാവിലെ 8 മണി ഫ്ലൈറ്റിൽ പോകണം. പക്ഷെ ഞാൻ പോകുന്നത് നിങ്ങളെ കണ്ടിട്ടും നിങ്ങളുടെ സന്ദേശം കേട്ടിട്ടും നിങ്ങളുടെ സന്ദേശം എടുത്തിട്ടുമാണ് പോണത്. നിങ്ങളുടെ ഓരോരോ ആവശ്യത്തിനു വേണ്ടി ഞാൻ എന്റെ ശബ്ദം ഡൽഹിയിലും കേൾപ്പിക്കും, തിരുവനന്തപുരത്ത് എന്തായാലും കേൾപ്പിക്കും. ധൈര്യത്തോടെ മുന്നോട്ട് പോകും. ഞാൻ നാണക്കേടോട് തോന്നുന്ന ഒരു കാര്യമാണ്, നിങ്ങളെല്ലാവരും പുരുഷന്മാരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുമെന്ന് എനിക്കൊരു സങ്കടമായിട്ട് തോന്നുന്ന ഒരു ചോദ്യമാണ്. 7,000 രൂപ ശമ്പളം, 3 മാസം ശമ്പളം ഇല്ലായ പുരുഷന് സംഭവിച്ചാൽ വിപ്ലവം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് അവർ വേഗം എങ്ങനെയും കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളുടെ മര്യാദ കണ്ടിട്ടാണ് അവര് ഇതുവരെ നിങ്ങളെ സഹായിക്കാതിരുന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ശബ്ദം എല്ലാവരും കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഈ സമരം എല്ലാവരുടെയും വാർത്തയാണ്. ഇത് ഇനിയും നിങ്ങളെ കുറച്ചും കൂടി ശക്തമായി നിൽക്കും. അതെ, എന്താണ് ഭീഷണി? അല്ല, അത് ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ല. അങ്ങനെ സമരം പറയുന്നത് ജനാധിപത്യ അവകാശമാണ്. അപ്പോ
പിരിച്ചുവിട്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആ ന്യായം തന്ന ശേഷം അവർ സംസാരിക്കട്ടെ. ഈ കാര്യത്തിൽ എല്ലാവരും പിന്തുണ നിങ്ങളൊപ്പം തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ അവകാശം ആവശ്യപ്പെടുന്നു, അത്രയാണ്. പക്ഷേ ഇത് കൂടുതൽ ദീർഘമായിട്ട് നീട്ടാൻ ആവശ്യമുണ്ടാവില്ല എന്നും കൂടി പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും, എനിക്കറിയാം നിങ്ങൾ സേവനം ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് സേവനം ചെയ്യാൻ തന്നെയാണ് ഇഷ്ടം, സമരത്തിരിക്കാനല്ല. ആ സേവനത്തിന് നിങ്ങൾക്ക് ഒരു അവസരം തരണം. നിങ്ങളുടെ ന്യായം നടന്ന നിങ്ങളുടെ ഈ അവകാശത്തിന് വേണ്ടിയുള്ള എല്ലാ പിന്തുണയും തന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാവരും വീണ്ടും സേവനം ചെയ്യാനുള്ള അവസരം തരണമെന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും കൂടി എന്റെ പിന്തുണ നിങ്ങൾക്ക് പ്രഖ്യാപിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. എല്ലാ ധൈര്യത്തോടെ മുന്നോട്ട് പൊക്കോളൂ. ജയ് ഹിന്ദ്.